Good morning, students. Today we will be dealing with the topic AC motor. AC motor is an electric motor which rotates by using power from commercial AC power supply. ഇപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഡി സി മോട്ടറിനെ കുറിച്ചെല്ലാം. ഇപ്പൊ ഡി സി മോട്ടർ എന്താ ഡി സി സപ്ലൈ വെച്ച് വർക്ക് ചെയ്യുന്നു, എ സി മോട്ടർ എന്താ എ സി സപ്ലൈ വെച്ച് വർക്ക് ചെയ്യുന്നു. ബേസിക്കലി അത് ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഓക്കെ, നമ്മൾ പൊതുവെ ഒരുവിധം എല്ലാ ഡൊമസ്റ്റിക് അപ്ലയൻസുകളിലും, അതായത് റെഫ്രിജറേറ്റർ, ഫാൻ, വാഷിംഗ് മെഷീൻ, ഹെയർ ഡ്രയർ, മിക്സർ, ഇതിനകത്തെല്ലാം യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി മോട്ടറാണ്. ഓക്കെ, അത് എ സി സപ്ലൈ നമ്മൾ വർക്ക് ചെയ്യുന്നതാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് ഈ പ്രധാനമായിട്ട് ഡി സി മോട്ടറും എ സി മോട്ടറും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസുകളാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സപ്ലൈയില് എ സി മോട്ടർ എ സി വെച്ച് വർക്ക് ചെയ്യുന്നു, ഡി സി മോട്ടർ ഡി സി വെച്ച് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി മോട്ടറിൽ നമ്മൾ ഇതുവരെ പഠിച്ച എങ്ങനെയാ, ഒരു സ്റ്റാർട്ടർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ റോട്ടറിന്റെ മുകളിൽ ചെയ്യുന്ന വൈൻഡിങ്ങിന് നമ്മൾ എന്താ വിളിക്കുന്നത്, ആർമേച്ചർ വൈൻഡിങ് എന്നാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ വർക്കിംഗ് എല്ലാം പഠിക്കുമ്പോൾ പറയുന്നത് ഈ ആർമേച്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ആർമേച്ചർ വൈൻഡിങ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അത് ആ ആർമേച്ചർ വൈൻഡിങ് റോട്ടറിന്റെ മുകളിലാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ആർമേച്ചർ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ആർമേച്ചർ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എ സി മോട്ടറിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ സ്റ്റേഷനറിയാണ്. കാരണം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന റോട്ടറിന്റെ മുകളിലല്ല, സ്റ്റാറ്ററിന്റെ മുകളിലാണ്. ഓക്കെ, നമുക്കറിയാം സ്റ്റാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഇസ് സ്റ്റാറ്റിക് ഇൻ നേച്ചർ, അതായത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സാധനത്തിനാണ് നമ്മൾ സ്റ്റാറ്റർ എന്ന് പറയുന്നത്. റൊട്ടേറ്റിംഗ് നേച്ചറുള്ള സാധനത്തിന് നമ്മൾ റോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്ററും റോട്ടറും എ സി മോട്ടറിലും ഉണ്ട്, ഡി സി മോട്ടറിലും ഉണ്ട്, രണ്ടുപേരെടുത്തുണ്ട്. പക്ഷെ ഡി സി മോട്ടറിൽ ഈ റോട്ടറിന്റെ മുകളിലായിരുന്നു ആർമേച്ചർ വൈൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് റോട്ടർ കറങ്ങുമ്പോൾ നമ്മൾ പറയും ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറയും. പക്ഷെ ഈ എ സി മോട്ടറിന്റെ കേസിൽ ഈ ആർമേച്ചർ വൈൻഡിങ് ചെയ്തിരിക്കുന്നത് നമ്മളെ സ്റ്റാറ്ററിന്റെ മുകളിലാണ്. ഓക്കെ, അപ്പൊ റോട്ടർ കറങ്ങുന്നു എന്ന് വിചാരിച്ച്, റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു വിചാരിച്ചിട്ട് ആർമേച്ചർ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യണമെന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പോൺ സ്റ്റാറ്റർ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താ, ആർമേച്ചർ ഈസ് സ്റ്റേഷനറി. സ്റ്റാറ്ററിന്റെ മുകളിലാണ് ആർമേച്ചർ വൈൻഡിങ് ചെയ്തിരിക്കുന്നത്. ഹെൻസ് ആർമേച്ചർ ഈസ് സ്റ്റേഷനറി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ്സ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മറ്റേന്റെ കേസിൽ എങ്ങനെയാ, ഡി സി മോട്ടറിന്റെ കേസിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു, ഫീൽഡ് സ്റ്റേഷനറി ആണ് അല്ലെ. ഇവിടെ എങ്ങനെയാ, നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബേസിക്കലി ഈ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നോക്കിയാൽ മതി. അവിടെ എന്താ പറയുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആർമേച്ചർ ആണെന്ന് വിചാരിക്കാം, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടർ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടക്ടർ ആ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ ഫ്ലക്സ് ലൈനിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെയല്ലേ പറയുന്നത് അല്ലെ. അപ്പോ അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതേ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ വേറൊരു സൈഡും ഉണ്ട്. അതായത് കണ്ടക്ടറിനെ അവിടെ സ്റ്റേഷനറി ആയിട്ട് നിർത്തിയിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ മാഗ്നറ്റിക് ഫീൽഡ് കട്ടാവുന്നുണ്ട് അല്ലെ, അപ്പോഴും EMF ഇൻഡ്യൂസ് ചെയ്യാം. ആ ഒരു പ്രിൻസിപ്പിളാണ് എ സി മോട്ടറിന്റെ കേസിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ഇൻഡക്ഷൻ പോലത്തെ ഒരു പ്രോസസ് നടക്കണമെങ്കിൽ ഒന്നുകിൽ കണ്ടക്ടറിനെ നമ്മൾ മൂവ് ചെയ്യണം, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈനിനെ സ്റ്റേഷനറി ആയിട്ട് നിർത്തണം. അതാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നോർത്ത് പോളിന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നു, നമ്മൾ ആർമേച്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആർമേച്ചർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്നു, അതിന്റെ മുകളിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു, അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെ വേറൊരു രീതിയിലും ചെയ്യുക. അവിടെ എന്താ ചെയ്യുന്നത്, കണ്ടക്ടറിനെ സ്റ്റേഷനറി ആയിട്ട് നിർത്തുന്നു, മാഗ്നറ്റിക് ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കണ്ടക്ടർ സ്റ്റേഷനറി നിൽക്കുകയാണെങ്കിലും അപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. സോ ദാറ്റ് പെർട്ടിക്കുലർ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ബീൻ എക്സ്പ്ലോയിറ്റഡ് ഇൻ AC മോട്ടോഴ്സ്. അപ്പൊ AC മോട്ടറിൽ നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാറ്ററിന്റെ മുകളിലൂടെ സ്റ്റാറ്ററിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആർമേച്ചർ സ്റ്റാറ്ററിന്റെ മുകളിൽ ആയത് കാരണത്താല സ്റ്റേഷനറിയാണ്. ഡി സി മോട്ടറിന്റെ കേസിൽ നമ്മൾ ആർമേച്ചർ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഫീൽഡ് സ്റ്റേഷനറിയാണ്.
അപ്പൊ എ സി മോട്ടറിന്റെ കേസിൽ ഇനി അടുത്ത നോക്കാം ഡിഫറൻസ്. നോ കാർബൺ ബ്രഷ് ഈസ് യൂസ്ഡ്. ഡി സി മോട്ടറിൽ കാർബൺ ബ്രഷ് ഈസ് യൂസ്ഡ്. നമുക്ക് നോക്കാം കാർബൺ ബ്രഷ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ഈ കാർബൺ ബ്രഷ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡി സി മോട്ടറിൽ യൂസ് ചെയ്തത്. നമ്മുടെ ആർമേച്ചർ വൈൻഡിങ് റൊട്ടേറ്റിംഗ് ഇൻ നേച്ചർ ആണ് അല്ലെ. റോട്ടറിന്റെ മുകളിലാണ് ആർമേച്ചർ വൈൻഡിങ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആർമേച്ചർ വൈൻഡിങ് അതിന്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ആർമേച്ചർ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സപ്ലൈ ഉണ്ടല്ലോ ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക്. അത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഏക വഴി എന്താ, ബ്രഷ് സ്ലിപ്പറിങ് അത് വഴിയല്ലാതെ നമ്മൾ കൊടുക്കുന്നത് അല്ലെ. ആർമേച്ചർ വൈൻഡിങ്ങിൽ സപ്ലൈ കൊടുക്കുന്നത് നമ്മുടെ ഈ ബ്രഷ് വഴിയാണ്. പക്ഷെ എ സി മോട്ടറിന്റെ കേസിൽ നമ്മുടെ ആർമേച്ചർ വൈൻഡിങ് സ്റ്റാർട്ടറിന്റെ മുകളിലാണ്, വിച്ച് സ്റ്റേഷനറി ഇൻ നേച്ചർ. അത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഈ ബ്രഷിന്റെ ആവശ്യം. ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കാൻ നമുക്ക് ബ്രഷിന്റെ ആവശ്യമില്ലല്ലോ. ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതിയല്ലോ. ഡി സി മോട്ടറിൽ നമ്മൾ ബ്രഷ് വഴി കൊടുക്കാൻ കാരണം അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് വയർ അങ്ങ് ട്വിസ്റ്റ് ആയി പോകും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബൺ ബ്രഷ് വഴി നമ്മൾ സപ്ലൈ കൊടുത്തത്. പക്ഷെ എ സി മോട്ടറിന്റെ കേസിൽ അപ്പൊ ആർമേച്ചർ വൈൻഡിങ് സ്റ്റേഷനറി ആയത് കാണിച്ചാൽ അതിന് ബ്രഷ് വഴി സപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എ സി ടു ഡി സി കൺവേർഷന്റെ കേസ്. ഡി സി മോട്ടറിന്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് സ്ലിപ്പറിങ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്നത് എന്താ, എ സി സിഗ്നലാണ് കിട്ടുന്നത്. ആ എ സി സിഗ്നലിനെ പക്ഷെ ഡി സി മോട്ടറിന് തന്നെ ഡി സി വെച്ച് വർക്ക് ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ഡി സി ജനറേറ്റർ. ഇപ്പൊ ഡി സി വെച്ച് വർക്ക് ചെയ്യാം. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ പോലത്തെ സംഭവങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് എ സിനെ ഡി സി ആക്കി മാറ്റുക. അല്ലെങ്കിൽ പക്ഷെ എ സി മോട്ടറിന്റെ കേസിൽ ഓൾറെഡി നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടേണ്ടത്, നമുക്ക് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ എന്താ, എ സി ആണ്. അപ്പൊ ഡി സി ആയിട്ടുള്ള കൺവേർഷന്റെ പ്രശ്നമേ വരുന്നില്ല. ഓക്കെ. ഇനി എ സി മോട്ടറിന്റെ കേസിൽ സിംഗിൾ ഫേസിലും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്ന കുറെ മോട്ടോഴ്സ് ഉണ്ട്. ത്രീ ഫേസ് സപ്ലൈ കൊടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ രണ്ട് തരത്തിലുള്ള സപ്ലൈകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡി സി മോട്ടർ ആവുമ്പോൾ ഡി സി അല്ലേ, അപ്പോ എന്താ പറയുക, പ്രത്യേകിച്ച് അങ്ങനെ ത്രീ ഫേസ് അങ്ങനെയല്ല, ഓൺലി സിംഗിൾ ഫേസ് സപ്ലൈസ് യൂസ്ഡ്. എ സി മോട്ടറിന്റെ കേസിലെ ടെർമിനൽസ് ഇപ്പൊ ത്രീ ഫേസ് എ സി മോട്ടർ ആണെങ്കിൽ, എ സി മോട്ടർ ത്രീ ഫേസ് ഉണ്ട് അല്ലാത്തതുണ്ട്. ത്രീ ഫേസ് എ സി മോട്ടർ ആണെങ്കിൽ ടെർമിനൽസ് 3 ടെർമിനൽസ് ഉണ്ടാവും, RYB. ഡി സി മോട്ടറിന്റെ കേസിൽ 2 ടെർമിനൽ ഉണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ് ഡി സി അല്ലെ നെഗറ്റീവ് ഡി സി. ഇനി അടുത്ത സ്പീഡ് കൺട്രോൾഡ് ബൈ വേരിങ്. നമ്മൾ ഈ കൊടുക്കുന്ന സപ്ലൈ കറണ്ടിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അത് വെച്ചിട്ട് നമുക്ക് പല മോട്ടറിന്റെ കേസ്, പല എ സി മോട്ടറിന്റെ കേസിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ ആർമേച്ചർ കറണ്ടിലെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചായിരിക്കും സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. ഡി സി മോട്ടറിന്റെ കേസിൽ ഇത് സാധാരണ ലാർജ് ഇൻഡസ്ട്രിയൽ ലാർജ് അപ്ലിക്കേഷൻസ്, ലാർജ് പവറും കറണ്ടും എല്ലാം ഡീൽ ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ഇത് ചെറിയ ഡൊമസ്റ്റിക് അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ഡി സി മോട്ടർ നമ്മൾ യൂസ് ചെയ്യാറ്. മെയിൻ്റനൻസ് കോസ്റ്റ് എ സി മോട്ടറിൽ കുറവാണ്, ലൈഫും കൂടുതലാണ്. ഇവിടെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്, ഷോർട്ടർ ലൈഫാണ്. അപ്പൊ ടൈപ്സ് ഓഫ് എ സി മോട്ടോഴ്സ്. ഇപ്പൊ നമുക്ക് എ സി മോട്ടോഴ്സിനെ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിൻക്രണസ് മോട്ടോഴ്സും ഇൻഡക്ഷൻ മോട്ടോഴ്സും. ഓക്കെ. ഈ ഇൻഡക്ഷൻ മോട്ടറിന് തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറും. അപ്പൊ ഓരോന്ന് നമുക്ക് നോക്കാം. സിൻക്രണസ് മോട്ടർ. സിൻക്രണസ് മോട്ടറിന് സിൻക്രണസ് എന്ന് പറയുന്ന പേരെന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ പറഞ്ഞു എ സി മോട്ടോഴ്സിന്റെ കേസിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അല്ല ഫ്ലക്സ് ഉണ്ട്. ഓക്കെ. ആ ഫ്ലക്സ് ഇങ്ങനെ കറങ്ങുമ്പോൾ അതിനനുസരിച്ച് പിന്നെ റോട്ടർ കറങ്ങി, റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോട്ടർ റൊട്ടേറ്റ് ചെയ്ത് ഈ സ്പീഡുമായിട്ട് ക്യാപ്ചർ ചെയ്യും. ഓക്കെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാറ്ററിന്റെ പുറമേത്തെ സ്റ്റാറ്ററിനാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ. ഈ പറയുന്ന സ്റ്റാറ്ററിനായിരിക്കും നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. 3 ഫേസ് സപ്ലൈ ആണെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നത് ആ സ്റ്റാറ്ററിനായിരിക്കും. ഈ സ്റ്റാറ്ററിന് കൊടുക്കുമ്പം അതിൻ്റെ അകത്ത് റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ ഫ്ലക്സ് ജനറേറ്റ് ആവുന്നു. അതിങ്ങനെ 3 ഫേസ് എന്ന് പറഞ്ഞാൽ 3 ഫേസുകൾ ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പൊ അതിന്റെ പോസിറ്റീവ്, ഒരു സിംഗിൾ എ സിക്ക് എങ്ങനെയാ പോസിറ്റീവ് സപ്ലൈ ഉണ്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. ഒരു സിംഗിൾ എ സിക്ക് അല്ലെ, ഒരു സിംഗിൾ എ സി സിഗ്നലിന് പോസിറ്റീവ് സൈക്കിൾ ഉണ്ട്, നെഗറ്റീവ് സൈക്കിൾ ഉണ്ട്. അപ്പൊ 3 എ സി സിഗ്നൽ 3 ഫേസ് ആവുമ്പോൾ 3 എ സി സിഗ്നൽ ഉണ്ടാകുമ്പോൾ 3 എണ്ണത്തിന് 3 പോസിറ്റീവ് 3 നെഗറ്റീവ് ഉണ്ടാവൂലേ. അപ്പൊ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ. എ സി ഇങ്ങനെ എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ.
ഇവിടെ ത്രീ ഫേസ് എ സി സപ്ലൈ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ 3 സിഗ്നലിന്റെ പൊളാരിറ്റി ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ വേറെ വേറെ സമയത്തായിരിക്കും. ആദ്യത്തെ സിഗ്നൽ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടാമത്തെ സിഗ്നൽ നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ മൂന്നാമത്തെ സിഗ്നൽ പോസിറ്റീവ് ആയിരിക്കാം. അപ്പൊ നമ്മൾ 3 ഫേസ് സിഗ്നൽ സ്റ്റാറ്ററിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്തായിരിക്കും പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ആയിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ റോട്ടർ അതിനനുസരിച്ച് ഈ സ്പീഡ് ഈ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്പീഡിലായിരിക്കും. ആ സ്പീഡിൽ തന്നെ റോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവസാനം ആ സ്പീഡിൽ തന്നെ എത്തും. അതുകൊണ്ടാണ് സിൻക്രണസ് മോട്ടർ എന്ന് പറയുന്നത്. സിൻക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന മോട്ടർ. ഓക്കെ, it is an AC motor in which rotation of shaft is synchronized with supply current frequency at steady state. Okay, നമ്മളെ സപ്ലൈ കറണ്ടിന്റെ ഫ്രീക്വൻസി എന്താണോ ആ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മുടെ ഷാഫ്റ്റ്. പിന്നെ ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഷാഫ്റ്റിന്റെ റൊട്ടേഷനിൽ വ്യത്യാസം വരും. ആ ഫ്രീക്വൻസി നിങ്ങൾ ഇൻക്രീസ് ചെയ്യാണെങ്കിൽ അതിനനുസരിച്ച് ഇതിന്റെ മോട്ടറിന്റെ സ്പീഡ് ഇൻക്രീസ് ആവാം, ഡിക്രീസ് ചെയ്യാണെങ്കിൽ അതിനനുസരിച്ച് സ്പീഡ് ഡിക്രീസ് ആവും. നിങ്ങൾക്ക് ഈ ഫോർമുല കാണാം ഇവിടെ, NS equal to 120 F by P. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്, NS എന്ന് പറഞ്ഞാൽ സിൻക്രണസ് സ്പീഡാണ്. അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് ഇൻക്രീസ് ആവും, ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് ഡിക്രീസ് ആവും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. AC motor in which rotation of shaft എന്ന് പറഞ്ഞാൽ ആ റോട്ടർ ഷാഫ്റ്റിന്റെ മുകളിലായിരിക്കും റോട്ടർ പിടിപ്പിക്കുന്നത് അല്ലെ. അപ്പോൾ റൊട്ടേഷൻ ഓഫ് ഷാഫ്റ്റ് ഈ സിൻക്രണൈസ്ഡ് വിത്ത് ദ സപ്ലൈ കറന്റ് ഫ്രീക്വൻസി. അപ്പോൾ സപ്ലൈ കറന്റ് ഫ്രീക്വൻസി സിൻക്രണൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മെയിൻ ഫീച്ചേഴ്സ് നോക്കാം. സിൻക്രണസ് സ്പീഡിലായിരിക്കും സിൻക്രണസ് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത്. സിൻക്രണസ് സ്പീഡ് ഇസ് ദ സ്പീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സ്റ്റാറ്റർ വൈൻഡിങ് ഓഫ് ദ മോട്ടോർ. ഈ സ്റ്റാറ്റർ വൈൻഡിങ്ങിന്റെ, സ്റ്റാറ്ററിന്റെ പുറമേത്തെ ഇതാണല്ലോ സ്റ്റാറ്റർ, ആ സ്റ്റാറ്റർ വൈൻഡിങ്ങിന്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങുന്നത് ആ സ്പീഡിനാണ് നമ്മൾ സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ഗിവൻ ബൈ NS by 120 F by P. അപ്പൊ നമ്മൾ ഒരു AC മോട്ടറിന്റെ കേസിൽ നമ്മൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലായിരിക്കില്ല അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മളൊരു പ്രത്യേക ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ അത് പിന്നെ നമ്മൾ മാറ്റുന്നില്ല. ഓക്കെ, പിന്നെ അതിന്റെ ആ വർക്കിംഗ് കാലഘട്ടത്തിൽ ആ ഫ്രീക്വൻസി ആയിരിക്കും അത് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസി സെലക്ട് ചെയ്യാം. പക്ഷെ ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു കോൺസ്റ്റന്റ് പോലെയാണ് അല്ലെ. പിന്നെ അത് വർക്ക് ചെയ്യുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് മാറത്തൊന്നുമില്ല. അപ്പൊ ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയി. അപ്പൊ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡ് ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ലോഡ് വേരിയേഷൻ. ലോഡ് കൂടുകയോ കുറയോ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് അപ്പോൾ ഫിക്സഡ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദേ ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ് ആൻഡ് നീഡ് സം എക്സ്റ്റേണൽ മീൻസ്. അതായത് ഈ സിൻക്രണസ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് കിട്ടാത്തൊരു പ്രയാസമുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് റോട്ടറിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങില്ല. നമ്മൾ 3 ഫേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാലും സ്റ്റാർട്ടറിന് കൊടുത്തു കഴിഞ്ഞാലും റോട്ടർ അപ്പൊ തന്നെ കറങ്ങി ഈ സിൻക്രണസ് സ്പീഡിനെ ക്യാപ്ചർ ചെയ്യത്തില്ല, അല്ലെങ്കിൽ അതിന്റെ ഒപ്പം എത്തത്തില്ല, അത് റൊട്ടേറ്റ് ചെയ്യത്തേ ഇല്ല. അപ്പൊ നമ്മൾ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് അതിന് കൊടുക്കണം. എക്സ്റ്റേണൽ ആയിട്ട് ഒരു ചെറിയ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചില സമയത്ത് ഫാൻ എല്ലാം ഇടുമ്പോൾ എങ്ങനെയാ, ഫാൻ കറങ്ങില്ല. അപ്പൊ നമ്മൾ എന്താ ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഫാനിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാൻ സ്പീഡിൽ കറങ്ങി തുടങ്ങും. അതേപോലെ ഇത് ഇപ്പൊ ഇനീഷ്യൽ ആയിട്ട് നമ്മൾ ചെറിയൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് റൊട്ടേറ്റ് ചെയ്തോളൂ. സോ ദേ ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യൂല, ആരെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം, എന്നാൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം റോട്ടറിന്, എന്നാൽ മാത്രമേ അത് പിന്നീട് കറങ്ങി തുടങ്ങൂ. അപ്പോ ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പവർ ഫാക്ടറിൽ വേണമെങ്കിൽ നമുക്കത് വർക്ക് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു മോട്ടറാണ് സിൻക്രണസ് മോട്ടോർ. അതായത് ലീഡിംഗ് പവർ ഫാക്ടറിൽ യൂസ് ചെയ്യാം, ലാഗിംഗ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യിപ്പിക്കാം, യൂണിറ്റി പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യിപ്പിക്കാം. സോ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റും കറക്ഷനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മോട്ടറാണ് സിൻക്രണസ് മോട്ടർ. ഓക്കെ, ഇപ്പൊ നമ്മളെ ലോഡ് ഭയങ്കര ഇൻഡക്റ്റീവ് നേച്ചറുള്ള ലോഡാന്ന് വിചാരിക്കാം, ലാർജ് ഇൻഡക്റ്റീവ് ലോഡാന്ന് വിചാരിക്കാം. അപ്പൊ ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ലാഗിംഗ് പവർ ഫാക്ടർ ആയിരിക്കും. അപ്പൊ ആ പവർ ഫാക്ടർ ലാഗിംഗ് പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിൻക്രണസ് മോട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലാഗിംഗ് ആയിട്ടുള്ള പവർ ഫാക്ടറിനെ നമുക്ക് എന്താ പറയാ ലീഡിംഗിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ യൂണിറ്റിയിലേക്ക് നമുക്ക് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം. അതായത് ഇപ്പം ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ട്രൂ പവറിന്റെ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ട്രൂ പവർ ടു ദ അപ്പാരന്റ് പവർ. ട്രൂ പവർ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പവർ ആണ്,
അതാണ് ശരിക്കും വർക്ക് ചെയ്യുന്ന പവർ. ഒരുപാട് ലാഗിങ് ആയി കഴിഞ്ഞാൽ കസ്റ്റമറിന് നഷ്ടമാണ്. കാരണം യൂസ്ഫുൾ ആയിട്ടുള്ള പവർ കിട്ടുന്നില്ലല്ലോ. അപ്പോ ഈ എന്താ പറയാ നമ്മളെ കൺസ്യൂമർ കോസ്റ്റ്, ഈ ഇലക്ട്രിസിറ്റി കോസ്റ്റ് എല്ലാം കൂടും. ഓക്കെ, അപ്പോ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് ആവശ്യങ്ങൾ വരാം. സോ അപ്പോഴെല്ലാം നമുക്ക് ഈ സിൻക്രണസ് മോട്ടോർ യൂസ് ചെയ്തിട്ട് പവർ ഫാക്ടർ കറക്ഷൻ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടറാണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. മെയിൻ ആയിട്ട് നമ്മൾ എല്ലാ മോട്ടറിന്റെ കേസിൽ പറയുന്ന പോലെ സ്റ്റാർട്ടർ ഉണ്ട്, റോട്ടർ ഉണ്ട്. സ്റ്റാർട്ടർ ആണ് ഈ പുറമേത്തെ സാധനം. ഓക്കെ, അപ്പൊ ഇത് സ്റ്റാർട്ടറിന്റെ ഫ്രെയിം ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ കാണാം കുറെ ബാർസ് ഇങ്ങനെ വെച്ചില്ല, അതാണ് സ്റ്റാർട്ടറിന്റെ കോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെറും സ്റ്റാർട്ടറിന്റെ ഫ്രെയിം, ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കുറെ ബാർ കാണാം, അതിനാണ് സ്റ്റാർട്ടർ കോർ എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ടർ കോർ ഇവിടെ ഒരു സ്ലൈറ്റ് ബ്രൗൺ കളറിൽ കാണാം, അത് വൈൻഡിങ്സ് ആണ്. സ്റ്റാർട്ടർ കോറിനുള്ളിൽ കൂടെ അങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചാൽ അതിനാണ് സ്റ്റാർട്ടർ വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ ഫ്രെയിം ആണ്, വിച്ച് ഹാസ് സ്ലോട്ട്സ് ടു ക്യാരി വൈൻഡിങ് സർക്യൂട്ടറി. അതാണ് ഈ സ്ലോട്ടിന്റെ ഉള്ളിൽ കൂടെ വൈൻഡിങ് സർക്യൂട്ടറി ക്യാരി ചെയ്യുക, അതായത് നമ്മളെ സ്റ്റാർട്ടർ വൈൻഡിങ്. കോർ ഇൻസുലേറ്റഡ് ആണ്, മേഡപ്പ് ഓഫ് സ്റ്റീൽ ആൻഡ് ഇൻസുലേറ്റർ അല്ലെങ്കിൽ എഡി കറൻസ് ഉണ്ടാവും. എഡി കറന്റ് കാലത്തുള്ള വേറെ ലോസുകൾ ഉണ്ടാവും, അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഇൻസുലേറ്റ് ചെയ്യാറുണ്ട്. മൾട്ടി ഫേസ് AC electromagnets are present on the stator that creates rotating magnetic field, unlike induction motor which rely on induction current flow. അപ്പൊ ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് സ്റ്റാറ്ററിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും, ഇവിടെ കാണിച്ചിട്ടില്ല, പക്ഷെ സ്റ്റാറ്ററിന്റെ മുകളിൽ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാവും. അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡും ഫ്ലക്സും എല്ലാം സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, വൈൻഡിങ് സർക്യൂട്ട് നമ്മൾ പറഞ്ഞല്ലോ. ഇനി റോട്ടറിന്റെ കേസ് നോക്കാം. റോട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാറ്ററിന്റെ ഉള്ളിലാണ് റോട്ടർ ഇങ്ങനെ കറങ്ങുക അല്ലെ. അപ്പൊ ഈ റോട്ടറിന് നമ്മൾ സിൻക്രണസ് മോട്ടറിന്റെ കേസിൽ റോട്ടറിന് ഒരു എക്സൈറ്റേഷൻ കൊടുക്കണം, ഒരു DC സപ്ലൈ കൊടുക്കണം. ഓക്കെ, സ്റ്റാറ്ററിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? AC സപ്ലൈ കൊടുക്കുന്നുണ്ട്. 3 ഫേസ് AC സപ്ലൈ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. 3 ഫേസ് ആവണമെന്നില്ല, സിംഗിൾ ഫേസ് ആവാം, എനിവേ AC സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട് സ്റ്റാറ്ററിന്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കറങ്ങുന്ന സാധനമാണല്ലോ റോട്ടർ. ആ റോട്ടറിന് DC സപ്ലൈയും കൊടുക്കണം. ഓക്കെ, അപ്പൊ റോട്ടർ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള റോട്ടർ ആവാം. സാലിയന്റ് പോൾ റോട്ടർ ആവാം, നോൺ സാലിയന്റ് പോൾ റോട്ടർ ആവാം. ഇതിൽ ഏത് റോട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പൊതുവെ ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാലിയന്റ് പോൾ റോട്ടറിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക പുറമേക്ക്, അത് പോൾ ഷൂ. ഓക്കെ, ഒരു പോൾ ഷൂ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടം വരെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത്. നോൺ സാലിയന്റ് കേസ് അങ്ങനെയല്ല, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് അബ്രപ്റ്റ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ പുറത്തോട്ടൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല ഇത് ഓൾമോസ്റ്റ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്, ഓൾമോസ്റ്റ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. ഓക്കെ, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ റോട്ടർ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതിന്റെ അങ്ങനെയല്ല, ഇത് സിലിണ്ടറിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഓക്കെ, ഒരു തുറന്നെടുക്കുന്ന സ്ഥലമാണ്. സോ ഇങ്ങനത്തെ ടൈപ്പ് ഇതിനാണ് സാലിയന്റ് പോൾ റോട്ടർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ വൈൻഡിങ്ങിന്റെ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ബ്ലാക്ക് ഡോട്ട്സ് കാണാം, അവിടെയാണ് അതിനുള്ളിൽ കൂടെയാണ് വൈൻഡിങ് അല്ലെങ്കിൽ റോഡ്സ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വൈൻഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഈ ബ്ലാക്ക് ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ ഉള്ളോട്ട് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അതിന്റെ ഇടയിൽ കൂടെ ഇത് ഫ്രണ്ട് വ്യൂ ആണ് ചെയ്യുന്നത്. ഇപ്പൊ DC സപ്ലൈ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, റോട്ടറിനെ എക്സൈറ്റ് ചെയ്യാൻ DC സപ്ലൈ ഇതിനും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് സാധാരണ ചെറിയ സ്പീഡിൽ കറങ്ങേണ്ട മോട്ടറുകളിലെല്ലാം സാലിയന്റ് പോൾ റോട്ടർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല സ്പീഡിൽ കറങ്ങേണ്ട AC മോട്ടർ സിൻക്രണസ് മോട്ടോർസ് ആണെങ്കിൽ അതിന് നമ്മൾ സിലിണ്ടറിക്കൽ റോട്ടർ ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, സാലിയന്റ് പോൾ ഹാസ് പ്രൊജക്ടിങ് പോൾസ് ആണ്, ഹാസ് പോൾ ഷൂ എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് പോൾ ഷൂ എന്ന് പറയുന്നത്. ഓക്കെ, ലോ സ്പീഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നീഡ് ഡാമ്പർ വൈൻഡിങ്സ്. ഓക്കെ, സാലിയന്റ് പോളിന് ചിലപ്പോൾ ഡാമ്പർ വൈൻഡിങ്സ് വേണ്ടി വരും. ഇവിടെ കാണാം നിങ്ങൾക്ക് ബബിൾ പോലെ ഒരു 4 എണ്ണം നമ്മുടെ ഇട്ടിരിക്കുന്നത്, അതിനാണ് നമ്മൾ ഡാമ്പർ വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാണാം ഡാമ്പർ ബാസ്, ഡാമ്പർ വൈൻഡിങ്. ഇത് പലപ്പോഴും സാലിയന്റ് പോൾ ടൈപ്പ് റോട്ടറിന് ആവശ്യം വരാറുണ്ട്. ഇവിടെ ഡാമ്പർ വൈൻഡിങ്ങിന്റെ ആവശ്യം വരാറില്ല. അപ്പൊ അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ സാലിയന്റ് പോളും നോൺ സാലിയന്റ് പോൾ ടൈപ്പ് റോട്ടറിലും. സോ
ഇനി ഇത് എത്ര പോള് വേണം അതിന്റെ എല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ എത്ര സ്പീഡിൽ കറങ്ങണം, ഫ്രീക്വൻസി എത്രയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ബേസിസിലാണ് നമ്മൾ പോള് എത്ര പോളിലെ സാലിയൻ പോൾ റോട്ടർ വേണമെന്നൊക്കെ നമ്മൾ തീരുമാനം ചെയ്യുന്നത്. ഇനി ഇതിന്റെ വർക്കിങ്ങിലേക്ക് കാര്യമായിട്ട് വരികയാണെങ്കിൽ ഡൂബ്ലി എക്സൈറ്റഡ് മെഷീൻ, അതായത് 2 എക്സൈറ്റേഷൻസ് നമ്മൾ കൊടുക്കണം. പുറമേത്തെ സ്റ്റാറ്ററിന് നമ്മൾ 3 ഫേസ് സപ്ലൈയും കൊടുക്കുന്നത്, ഉള്ളിൽ കറങ്ങുന്ന റോട്ടർ സാലിയൻ പോൾ റോട്ടർ ആയാലും മറ്റ് നോൺ സാലിയൻ പോൾ റോട്ടർ ആയാലും ആ റോട്ടർ നമ്മൾ DC സപ്ലൈയും കൊടുക്കണം. ഇപ്പൊ 2 ഇലക്ട്രിക്കൽ ഇൻപുട്സ് ഉണ്ട്. സ്റ്റാറ്റർ ഈ 3 ഫേസ് സപ്ലൈ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? A revolving 3 phase magnetic flux is set up. ഈ സ്റ്റാറ്ററിന്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു റിവോൾവിംഗ് ആയിട്ടുള്ള 3 ഫേസ് മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ചെയ്യുന്നു. കാരണം എന്താ, ഞാൻ പറഞ്ഞല്ലോ AC സപ്ലൈ എങ്ങനെയാ, 3 ഫേസ് ആകുമ്പോൾ 3 ഫേസുകൾ ഉണ്ട്. ആദ്യത്തെ ഫേസ് പോസിറ്റീവിലാവുമ്പോൾ രണ്ടാമത്തെ ഫേസ് ചിലപ്പോൾ നെഗറ്റീവിലായിരിക്കും, മൂന്നാമത്തെ ഫേസ് ചിലപ്പോൾ പോസിറ്റീവിലായിരിക്കും. പിന്നെ ഇത് ഒരു സൈക്കിൾ, ഒരു ഹാഫ് സൈക്കിൾ കഴിയുമ്പോൾ വീണ്ടും ഇത് ഓപ്പോസിറ്റ് ആവും. ആദ്യത്തെ ഫേസ് നെഗറ്റീവ് ആവും, രണ്ടാമത്തെ ഫേസ് പോസിറ്റീവ് ആവും, മൂന്നാമത്തെ ഫേസ് നെഗറ്റീവ് ആവും, പിന്നെ വീണ്ടും ഇത് ഓപ്പോസിറ്റ് ആവും. അങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. 3 ഫേസിന്റെ അകത്തുള്ള 3 ഫേസ് സപ്ലൈന്റെ അകത്തുള്ള 3 ഫേസുകളും ഒന്ന് കഴിഞ്ഞ് മറ്റേ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതെന്താ, ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് പോലെ തോന്നും, അല്ലെങ്കിൽ അത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണെങ്കിൽ അത് എത്ര സ്പീഡിലാണ് കറങ്ങാന്ന് പറഞ്ഞാൽ സിൻക്രണസ് സ്പീഡിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്ന, ആ ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് നമ്മൾ സിൻക്രണസ് സ്പീഡ് എന്ന് പറയും. ആ സിൻക്രണസ് സ്പീഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ DC സപ്ലൈ റോട്ടറിന് കൊടുത്തിരിക്കുക, റോട്ടർ എക്സൈറ്റഡ് ആവും. ഓക്കെ, ഈ സ്റ്റാറ്ററിന്റെ അകത്ത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങുമ്പോൾ നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, അങ്ങനെ അത് സെറ്റപ്പ് ചെയ്യും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. DC സപ്ലൈ നമ്മൾ റോട്ടറിന് കൊടുക്കുമ്പോൾ റോട്ടർ എക്സൈറ്റഡ് ആവും. റോട്ടർ എന്ത് ചെയ്യും, റോട്ടർ അതിൻ്റെതായ ഒരു ഇവിടെ സൗത്ത് പോൾ നോർത്ത് പോൾ സൗത്ത് പോൾ നോർത്ത് പോൾ അങ്ങനെ ഒരു പൊളാരിറ്റി സെറ്റ് ചെയ്യും. നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, അങ്ങനെ പൊളാരിറ്റി സെറ്റ് ചെയ്യും. അപ്പൊ എന്താ, ഈ പുറമേത്തെ സ്റ്റാറ്ററിന്റെ അകത്തൊരു പൊളാരിറ്റി ഉണ്ട്, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, അങ്ങനെ ഫുള്ള് ഇവിടെ പൊളാരിറ്റി സെറ്റ് ചെയ്യിക്കുന്നത്. കാരണം ദർ ഈസ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, അങ്ങനെ മാറുന്നതനുസരിച്ച്, കറങ്ങുന്നതനുസരിച്ച്, സ്പീഡിൽ കറങ്ങുന്നതനുസരിച്ച് പൊളാരിറ്റി മാറിക്കൊണ്ടിരിക്കും. നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, അങ്ങനെ. റോട്ടർ ഇപ്പോൾ 2 പോളിലെ റോട്ടർ ആണെങ്കിൽ നോർത്ത് പോൾ സൗത്ത് പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യും. 4 പോളിലാണെങ്കിൽ നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, അല്ലെങ്കിൽ ഇതാണെങ്കിൽ അതിങ്ങനെ അതും ഒരു പൊളാരിറ്റി സെറ്റ് ചെയ്യും. ഇനി നമുക്കറിയാം, ഒന്നെങ്കിൽ എന്ത് സംഭവിക്കും, ഇപ്പൊ സപ്പോസ് റോട്ടറിന്റെ നോർത്ത് പോളിന്റെ നേരെ ഇവിടെ നോർത്ത് പോൾ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം റിപ്പൽ ചെയ്യും. ഇവിടെ സൗത്ത് പോൾ വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്ററിൽ ഇവിടെ സൗത്ത് പോൾ കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം റിപ്പൽ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ സൗത്ത് പോളും ഇവിടെ നോർത്ത് പോളും ആണെന്ന് വന്നെങ്കിൽ ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ഫെനോമിന ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ റിപ്പൾസീവ് ഫോഴ്സും ആയിരിക്കാം, റോട്ടറും സ്റ്റാറ്ററിന്റെ പൊളാരിറ്റി അവർ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സും ഉണ്ടാവും, അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാവും. മനസ്സിലായോ? റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റോട്ടറിന്റെ നോർത്ത് പോളും സ്റ്റാറ്ററിന്റെ നോർത്ത് പോളും നേരെ നേരെ വരിക, അതേപോലെ റോട്ടറിന്റെ സൗത്ത് പോളും സ്റ്റാറ്ററിന്റെ സൗത്ത് പോളും നേരെ നേരെ വരിക. അപ്പൊ റിപ്പൾസീവ് ഫോഴ്സ് ആണെന്ന് പറയാം. റൈറ്റ് പോൾസ് റിപ്പൽ ഈച്ച് അതർ എന്നാല്. അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവാം, റോട്ടറിന്റെ നോർത്ത് പോളും സ്റ്റാറ്ററിന്റെ സൗത്ത് പോളും അലൈൻ ചെയ്ത് നിൽക്കുക, റോട്ടറിന്റെ സൗത്ത് പോളും സ്റ്റാറ്ററിന്റെ സൗത്ത് പോളും അലൈൻ ചെയ്ത് നിൽക്കുക. അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇവിടെ സൗത്ത് പോൾ വന്ന് ഇവിടെ നോർത്ത് പോൾ വന്ന് ഇത് അട്രാക്ട് ചെയ്തിട്ട് അവിടെ നിൽക്കും. ഇവിടെ നോർത്ത് പോൾ വന്ന് ഇവിടെ സൗത്ത് പോൾ വരുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ചെറിയ ഡിഫ്ലക്ഷൻ സാധ്യത ഉണ്ടാവും. പക്ഷെ അപ്പോഴത്തേക്ക് അത് നിങ്ങൾ ഡിഫ്ലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ സ്റ്റാറ്ററിന്റെ പൊളാരിറ്റി മാറി ഉണ്ടാവും, ഇത് വീണ്ടും സൗത്ത് പോൾ ആയി ഉണ്ടാവും. അപ്പൊ അത് വീണ്ടും അട്രാക്ട് ചെയ്യും. അപ്പൊ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ ഇൻ എഫക്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടറിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്താ പറയാ, ഇനീഷ്യ ഓഫ് ദ റോട്ടർ എന്ന് പറയും. ഇനീഷ്യ ഓഫ് ദ റോട്ടർ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇനീഷ്യ എന്ന് പറഞ്ഞാൽ എന്താ, റസ്റ്റിലായിട്ടുള്ള ഒരു സാധനത്തിന് റസ്റ്റിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി വരും. മോഷനിലുള്ള ഒരു ഡിവൈസിന് മോഷനിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി വരും. സോ ഇവിടെ നമ്മളെ റോട്ടർ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. സോ ഈവൻ ദോ polarity is changing but still it tends to remain at rest itself. അപ്പോൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യില്ല inertia of the motor, but due to inertia of motor it is unable to rotate in any direction due to attractive or repulsive force. കാരണം ഈ attractive repulsive force ഇടയ്ക്കിടയ്ക്ക് മാറും. പൊളാരിറ്റി സ്റ്റാറ്ററിന്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പൊളാരിറ്റി ഇങ്ങനെ മാറുമ്പോൾ നോർത്ത് പോൾ സൗത്ത് പോൾ അങ്ങനെ മാറുമ്പോൾ അത് ഓരോ നിമിഷവും എന്ന് പറഞ്ഞാൽ എന്നെ നോർത്ത് പോളും സൗത്ത് പോളും മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തല്ല ഇത് ഇങ്ങോട്ട് പോകും തിരിച്ചു വരും, ഇങ്ങോട്ട് അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സിൻക്രണസ് മോട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാന്ന്. ഇനി സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത് ഇത് കാണിച്ചാലേ ഈ പൊളാരിറ്റി ഇടയ്ക്കിടയ്ക്ക് മാറുമ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു റൊട്ടേഷൻ കൊടുക്കണം. ഒന്ന് റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് സിൻക്രണസ് സ്പീഡായിട്ട് ലോക്ക് ചെയ്തോളും. ഓക്കെ, സോ ഇതെങ്ങനെയാണ് സ്റ്റാർട്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിൻക്രണസ് മോട്ടറിനെ നമുക്ക് നോക്കാം. സിൻക്രണസ് മോട്ടറിന് കേട്ടോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒന്നുകിൽ നമുക്ക് എക്സ്റ്റേണൽ പ്രൈം മൂവർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യാം. എക്സ്റ്റേണൽ പ്രൈം മൂവർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ അല്ലെ DC ഷണ്ട് മോട്ടർ, ഏതെങ്കിലും ഒരു മോട്ടർ ഈ നമ്മുടെ സിൻക്രണസ് മോട്ടറിന്റെ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യാം. DC ഷണ്ട് മോട്ടറോ അല്ലെങ്കിൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. എന്നിട്ട് അത് കറക്കണം. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ, അത് പിടിച്ചിട്ട് ഇതിന്റെ ഷാഫ്റ്റിന് റൊട്ടേറ്റ് ചെയ്യും. ഇതിന്റെ ഷാഫ്റ്റിന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റോട്ടർ കറങ്ങും. റോട്ടർ കറങ്ങി അന്നിപ്പോ ഇത് അത്യാവശ്യം സ്പീഡിൽ ഇങ്ങനെ കറങ്ങി അവസാനം ഇത് ഓൾമോസ്റ്റ് സിൻക്രണസ് സ്പീഡിന്റെ അടുത്ത് എത്തുമ്പോൾ ഇവരില്ലേ ഈ DC ഷണ്ട് മോട്ടറും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ അവരുടെ സപ്ലൈ ഞാൻ കട്ട് ചെയ്ത് കളയും. അപ്പൊ അതങ്ങ് നിൽക്കും. അപ്പോഴത്തേക്ക് റോട്ടർ കറങ്ങി ഓൾമോസ്റ്റ് അത്യാവശ്യം സ്പീഡ് എത്തിയിട്ടുണ്ടാവും. പിന്നെ അത് സിൻക്രണസ് സ്പീഡായിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് അത് ഇവർ രണ്ടാളും ഒരുമിച്ച് കറങ്ങിക്കോളും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്റ്റാർട്ടറിന്റെ ഉള്ളിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു സിൻക്രണസ് സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ റോട്ടർ കറങ്ങാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. ഈ റോട്ടറിനെ പിടിച്ചിട്ട് നമ്മൾ ഒരു DC ഷണ്ട് മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഷണ്ട് മോട്ടർ വർക്ക് ചെയ്യുന്നു. ഷണ്ട് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഈ റോട്ടർ കറങ്ങാൻ തുടങ്ങും. ഷണ്ട് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഷാഫ്റ്റ് ആയിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്, റോട്ടറിന്റെ ഷാഫ്റ്റ്. അപ്പൊ റോട്ടറിന്റെ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ റോട്ടർ കറങ്ങും. അപ്പൊ റോട്ടർ കറങ്ങി ഓൾമോസ്റ്റ് സിൻക്രണസ് സ്പീഡ് എത്തുമ്പോൾ ഈ ഏത് DC ഷണ്ട് മോട്ടറിലാണ് ഇതിനെ കറക്കിയത്, റൊട്ടേറ്റ് ചെയ്ത്, ആ DC ഷണ്ട് മോട്ടറിലേക്ക് ഇല്ല DC അങ്ങ് കട്ട് ചെയ്ത് കളയും. അപ്പൊ ആ മോട്ടർ അവിടെ നിൽക്കും. ഓക്കെ, ആ മോട്ടർ നിന്ന് കഴിഞ്ഞാലും പക്ഷെ ഇത് അത്യാവശ്യം സ്പീഡിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ സ്പീഡുമായിട്ട് ലോക്ക് ആയിട്ട് പിന്നെ അതങ്ങ് കറങ്ങിക്കോളും. പിന്നെ വേറെ എക്സ്റ്റേണൽ മോട്ടറിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതാണ് എക്സ്റ്റേണൽ പ്രൈം മൂവർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഡാമ്പർ വൈൻഡിങ് നമ്മൾ നേരത്തെ കാണിച്ചു. ഇപ്പൊ സാലിൻ പോൾ റോട്ടറിന്റെ കേസിലൊക്കെ ഈ ഡാമ്പർ വൈൻഡിങ് നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഇവിടെ ഒരു വൈൻഡിങ് അല്ലെങ്കിൽ ഒരു ബാർ പോലെ ഉള്ളോട്ട് വെക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളോട്ട് ഇങ്ങനെ ബാർ ഉണ്ട്. അപ്പോ നമ്മള് സിൻക്രണസ് സാലിൻ പോൾ ടൈപ്പ് റോട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോ ഈ റോട്ടർ ആദ്യം തന്നെ ഇത് ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ടർ കൂടെ ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ റോട്ടറിന്റെ മുകളിലുള്ള ഡാമ്പർ വൈൻഡിങ് സ്റ്റേഷനറി ആണല്ലോ, അല്ലെ? റോട്ടർ കറങ്ങുന്നില്ലല്ലോ. ഈ സാലിൻ പോൾ റോട്ടർ കറങ്ങാതെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഇത് കറങ്ങാതെ അങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിൽക്കുകയാണല്ലോ, സ്റ്റാർട്ടറിന്റെ ഉള്ളിൽ. ഓക്കെ, അപ്പം ഈ ഡാമ്പർ വൈൻഡിങ്ങും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്, അല്ലെ? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഡാമ്പർ വൈൻഡിങ് അത് അവിടെ തന്നെ നിൽക്കുക, അല്ലെ? അപ്പം അത് കാണിച്ചാല് ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡാമ്പർ വൈൻഡിങ്ങിന്റെ മുകളിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഈ റോട്ടറിന് ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ആ ഫോഴ്സ് കാണിച്ചാല് ഇതങ്ങ് കറങ്ങി തുടങ്ങുന്നതാണ്. ഓക്കെ, ഡാമ്പർ വൈൻഡിങ്ങിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്ത് ഒരു നോമിനൽ സ്പീഡിൽ എത്തുമ്പോൾ സിൻക്രണസ് സ്പീഡായിട്ട് ക്യാപ്ചർ ചെയ്യുമ്പോൾ പിന്നെ ഈ പറയുന്ന റൊട്ടേറ്റിംഗ് ടോർക്ക് എല്ലാം തന്നെ ഇല്ലാതാവും. ഓക്കെ, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി സ്വയം കറങ്ങിക്കോളും. സോ ഡാമ്പർ വൈൻഡിങ്ങിന്റെ അതാണ് യൂസ്. അതിന് സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഓസിലേഷൻസ് എല്ലാം കുറയ്ക്കാനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈൻഡിങ് ആണ് ഡാമ്പർ വൈൻഡിങ്. അഡ്വാൻറ്റേജസ്: വൈഡ് റേഞ്ച് ഓഫ് പവർ ഫാക്ടർ. ഞാൻ പറഞ്ഞല്ലോ, യൂണിറ്റി പവർ ഫാക്ടർ, ലോ പവർ ഫാക്ടർ, ഹൈ പവർ ഫാക്ടർ, ഇതിലെല്ലാം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സാധനമാണ്. ഹയർ എഫിഷ്യൻസി ദാൻ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. എഫിഷ്യൻസി കൂടുതലാണ്. when we build at wider air gaps than induction motor which makes it better mechanically. അതായത് ഈ സ്റ്റാർട്ടറും റോട്ടറും ഉള്ളിലാണല്ലോ, ഇവർ തമ്മിലുള്ള എയർ ഗ്യാപ്പ് ഇല്ലേ, ആ എയർ ഗ്യാപ്പ് വൈഡർ ആക്കാൻ പറ്റും സിൻക്രണസ് മോട്ടറിന്റെ കേസിൽ എന്നാണ് പറഞ്ഞത്. അത് വൈഡർ ആക്കി കഴിഞ്ഞാൽ മെക്കാനിക്കലി അത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കുന്ന പറയുന്നത്. സോ ഇൻഡക്ഷൻ മോട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ ഈ സ്റ്റാർട്ടറിന്റെ ഇതും റോട്ടറിന്റെ ഗ്യാപ്പ് അധികം ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് ഈ വർക്കിങ്ങിന്റെ കേസിൽ നമ്മൾ ഡാമ്പർ വൈൻഡിങ്ങിന്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ,
ഇത് കുറച്ച് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് ആയിട്ട് കുറച്ച് റിലേറ്റഡ് ആണ്. ഡാമ്പർ വൈൻഡിങ് ഉപയോഗിക്കുമ്പോൾ മാത്രം. അല്ലാത്ത സമയത്ത് സിൻക്രണസ് മോട്ടറിന്റെ വർക്കിംഗ് ഡിഫറെന്റ് ആണ്. ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ് അവിടെയും വർക്ക് ചെയ്യുന്നത്. സോ ഇതും ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് ഏകദേശം കുറച്ച് റിലേറ്റഡ് ആയിട്ട് തോന്നും. ആപ്ലിക്കേഷൻ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സബ്സ്റ്റേഷനിലും സ്റ്റേഷനിലും ഞാൻ പറഞ്ഞു ലോഡ് അഥവാ കൂടുതൽ ഇൻഡക്റ്റീവ് ആണെങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ ലീഡിംഗ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടും സിൻക്രണസ് മോട്ടറിന്റെ സഹായം യൂസ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് സ്പീഡ് ഇത് യൂസ് ചെയ്യുന്ന പൊതുവെ ഓപ്പറേറ്റിംഗ് സ്പീഡ് ലെസ്സും ബട്ട് ഹൈ പവർ, കുറഞ്ഞ സ്പീഡിൽ ഹൈ പവർ വേണ്ട സമയത്തെല്ലാം പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. വോൾട്ടേജ് റെഗുലേഷൻ ട്രാൻസ്മിഷൻ ലൈൻസിലെല്ലാം വോൾട്ടേജ് റെഗുലേഷൻ പർപ്പസിനെല്ലാം നമ്മളെ സിൻക്രണസ്